അവിടെ വെച്ചിട്ടാണ്, ആ ശരവണത്തിൽ വെച്ചിട്ടാണ് ഈ 6 തേജസ്സും ശിശുരൂപത്തിൽ ആയി മാറിയത് എന്ന് പറഞ്ഞു. അതായത് ഒരു ഉടലാണെങ്കിലും 6 ശിരസ്സുകൾ, 6 മുഖങ്ങൾ, 12 ബാഹുക്കൾ, അങ്ങനെ അതിമനോഹരമായ ഒരു രൂപമായിട്ട് ആവിർഭവിക്കുകയാണ്. വപു പുപോഷ ജഗതാം മംഗളായുഷ്യ വർദ്ധനം തത്ര തദ്ഭവം മഹത് ഷഡ്വക്ത്ര ദ്വാദശഭുജം ദ്വിപാദം സുമനോഹരം കുമാര സുകുമാരാണാം നിദർശനമഭൂക്ഷണാൽ പുഷ്പവൃഷ്ടിബഭൂത്തത്ര ദിവ്യദുന്ദുഭിനിസ്വനൈ നൃതു ശ അപ്സരസംഘ സർവാലാസ്യ കുലാകുല. ആ ശരവണത്തിൽ വച്ചിട്ടാണ് ശിവ തേജസ് ഒരു 6 മുഖങ്ങളുള്ള, നമ്മൾ 6 മുഖൻ, ഷൺമുഖൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കാരണം അതാണ്. അവനൊരു ശിശുവായിട്ട്, അത്ഭുത ബാലനായിട്ട് പരിണമിച്ചു. ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, വാദ്യഘോഷങ്ങൾ മുഴക്കാൻ തുടങ്ങി, അപ്സരസുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേവന്മാർക്കൊക്കെ വളരെയധികം സമാധാനം, അവരുടെ സങ്കടങ്ങളെ തീർക്കുവാനായിട്ടാണ് ആ ശിവ തേജസ്സിൽ നിന്നും ഒരു ബാലൻ ഇപ്പോൾ ആവിർഭവിച്ചിട്ടുള്ളത്. അപ്രകാരം ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി, അതിനുശേഷമാണ് ദേവേന്ദ്രൻ അപ്പോൾ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല കൃത്തികകളെ ഏൽപ്പിച്ചു എന്നാണ്. കൃത്തികമാർ, അവർ 6 പേരാണ് കൃത്തികമാർ. അവരോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭാവത്തിൽ ഒരു മാതാവിൻ്റെ ചുമതല എന്താണോ അത് നിർവഹിക്കുക എന്ന് അവരെ ചുമതലപ്പെടുത്തുകയും സ്വർണദീ തടയവാഴും ഹരന്റെ രേതസ്സിനു ചെന്നു നീ സ്ഥനം നൽകി രക്ഷിക്ക സുഖത്തോടെ എന്നതു കേട്ടു മോതാൽ സസ്യരൂപിണീ ചെന്നു വിന്ദുവെ എടുപ്പാനായി ഭാവിച്ച നേരത്തിങ്കൽ 6 ചമഞ്ഞിതു ബാലന്മാർ കുതൂഹലാൽ. ഈ കൃത്തികമാർ ഓരോരുത്തരും ഈ കുട്ടിയെ എടുത്ത്, അപ്പോ ശിവപുരാണത്തിൽ പറയുന്നു, ഈ അത്ഭുത ബാലൻ ഈ 6 മുഖത്തെ സ്വീകരിക്കാൻ കാരണം, അല്ലെങ്കിൽ അത് എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ്? കൃത്തികന്മാർ ഓരോരുത്തരും, ഈ അമ്മമാർ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട്, ഒരു കുട്ടിയെ എടുത്ത് ഒരാൾ മടിയിൽ വെക്കുമ്പോൾ മറ്റേയാൾക്ക് തോന്നുകയാണ് എനിക്ക് എടുക്കണം. ഇങ്ങനെ 6 പേർക്കും ആ വാത്സല്യം കൊണ്ട് അവർ മാറി മാറി കൈമാറി എടുക്കാൻ ഭാവിക്കുമ്പോഴാണ് അവരുടെ 6 പേരുടെയും മുഖത്തെ ദർശിക്കാൻ, അവരെ 6 പേരെയും കടാക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 6 മുഖങ്ങളെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അവർ സന്യപാനം ചെയ്യിപ്പിച്ചു എന്നാണ്. ആ കൃത്തികമാരാണ് ആദ്യം ഈ ശിവ തേജസ്സിനെ അല്ലെങ്കിൽ ശിവകുമാരനെ, ആ സുബ്രഹ്മണ്യനെ ലാളിച്ചത്, സംരക്ഷിച്ചത് എന്നാണ്. അപ്രകാരം ആ ബാലൻ കൃത്തികമാരുടെ സംരക്ഷണത്തിൽ വളർന്നു വരുന്നതായ ആ സമയത്ത് എന്തൊക്കെയായിരുന്നു പിന്നീട് ആ കാർത്തികേയന്റെ പ്രഭാവം എന്ന് പറയുകയാണ്. മാതുക്കരാവലംബേന മഹീമന്യോ ജഗാമച ഉൽപതൻ നിപതന്യോ ഭ്രാമ ശിവസംഭവ പരം ബ്രഹ്മൈവ മാതതോൽ ബാലഭാവമുപാഗതം ഷോഡാവിഭക്തമിവതൽ നിർവിശൽ ക്രീഡയാരസം. പതുക്കെ പതുക്കെ ആ കുട്ടി കൃത്തികമാരുടെ സംരക്ഷണയിൽ വളർന്നു വരികയും സാധാരണ കുട്ടികളെ പോലെ എന്നാണ് പിടിച്ച് മുട്ടുകുത്തി നടക്കാൻ ഭാവിക്കുക, പിടിച്ചു നടക്കാൻ തുടങ്ങുക.
അങ്ങനെ പതുക്കെ പതുക്കെ ആ അമ്മമാരുടെ സംരക്ഷണയിൽ വളർന്നുകൊണ്ടും ആ ഒരു ബാല്യകാലം ഒക്കെ ഇവിടെ ഒന്ന് പറഞ്ഞു. ആ ഒരു കാലയളവിലാണ് മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു എന്നാണ്. ഈ സ്കന്ദ ആവിർഭാവം, ഈ സുബ്രഹ്മണ്യന്റെ ആവിർഭാവം, അവതാരമുണ്ടായ സമയത്ത് ഒപ്പം തന്നെ 9 പ്രഭാവശാലികളായിട്ടുള്ള 9 വീരന്മാരും കൂടി ആവിർഭവിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ അതിന് മറ്റൊരു കാരണം ഉണ്ടായി എന്നാണ്. ഈ ദേവന്മാരെല്ലാവരും ശ്രീപരമേശ്വരനെ സ്തുതിക്കുന്നതായ സമയത്ത് അവർക്ക് ദർശനം നൽകാൻ വേണ്ടി ശ്രീപരമേശ്വരൻ വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്തഃപുരത്തിൽ നിന്നും പുറത്തു വരികയും അവരുടെ സങ്കടം കേട്ടിട്ടാണ് ദേവകാര്യാർത്ഥമായിട്ട് തന്റെ തേജസ്സിനെ അവർക്ക് പ്രദാനം ചെയ്തത് എന്നാണ്. പക്ഷേ അഗ്നിക്കോ വായുവിനോ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ ഗംഗയിൽ നിക്ഷേപിച്ചതും അങ്ങനെയാണ് ശിശുവായിട്ട് മാറിയതും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദേവിക്ക് പാർവതി ദേവിക്ക് ഒരു അല്പം ഒരു അനിഷ്ടം തോന്നി എന്നാണ്. താൻ സ്വീകരിക്കേണ്ടിയിരുന്നതായ തനിക്ക് പുത്രനായി വരേണ്ട ആ ശിശുവിനെ, ആ ശിവതേജസ്സിനെയാണ് ഇവർ ഇത്തരത്തിലാക്കി തീർത്തത്. ഇപ്പൊ കോപത്തോടു കൂടിയിട്ട് ദേവി ദേവന്മാരെയൊക്കെ ശപിച്ചു എന്നാണ്. എനിക്ക് പുത്രനായി തീരേണ്ടിയിരുന്ന ആ ശിവതേജസ്സിനെ നിങ്ങൾക്ക് പോലും വേണ്ടതുപോലെ അതിനെ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. എന്നിട്ടാണിപ്പോ ഗംഗയിൽ നിക്ഷേപിച്ച് ഗംഗ ആ വീര്യത്തിനെ ശരവണത്തിൽ കൊണ്ടുചെന്നാക്കി അവിടെ വെച്ചിട്ടാണ് ഒരു ശിശുവായി മാറിയത്. അതുകൊണ്ട് നിങ്ങളും അനവത്യരായി തീരട്ടെ എന്ന ഒരു ശാപം കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് ഈ കുട്ടിയെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് നിശ്ചയിക്കുകയും അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ നന്ദികേശ്വരനെയും ശിവഗണങ്ങളെയും ഒക്കെ നിയോഗിക്കുകയാണ് ഭഗവാൻ. കൃത്തികമാരോടൊപ്പം കാർത്തികേയനായിട്ട് വളരുന്ന ആ ശിവബാലനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ അഭിഷേകം ചെയ്യേണ്ടതുണ്ട് ദേവസേനാനിയായിട്ട്, സേനാപതിയായിട്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി ഉള്ള ആ ഒരു തയ്യാറെടുപ്പ്, അതിനു വേണ്ടിയിട്ടാണ് നന്ദികേശ്വരനെയും ഗണങ്ങളെയും ഒക്കെ അയച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഒരു സൈന്യം തന്നെ പുറപ്പെട്ടു എന്നാണ് ഇവിടെ ഭഗവാൻ ദേവിയോടുകൂടി ആ തന്റെ പുത്രനെ കാണാൻ, പുത്രനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടു. അല്ലെങ്കിൽ ശിവഗണങ്ങളൊക്കെ ഗണശ്രേഷ്ഠന്മാര് ആയുധങ്ങളോടുകൂടി ആനകളും കുതിരകളും തേരും ഒരു വലിയ സൈന്യം തന്നെ, സൈന്യത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ്. അതുപോലെ രുദ്രകന്യകമാരുണ്ട്. അങ്ങനെ ശരവണത്തിൽ ആ ശരപ്പുല്ല് നിറഞ്ഞതായ ഇടത്ത് ഇവരെല്ലാവരും എത്തിച്ചേർന്നു. അപ്പോൾ ആ കൃത്തികമാർക്ക് വലിയ സന്തോഷമായി. ഭഗവാൻ ശ്രീപരമേശ്വരൻ ദേവീ സമേതനായിട്ട്, ഭവാനി സമേതനായിട്ടാണ് എഴുന്നള്ളി വന്നിട്ടുള്ളത്. തന്റെ പുത്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, നോക്കൂ, നമുക്ക് പുത്രനായി വന്നിട്ടുള്ള അത്ഭുത ശിശുവിനെ കണ്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് ജഗദംബികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ജഗത്തിന്റെ മുഴുവനും ദുഃഖത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ കുട്ടിയുടെ ആവിർഭാവം, ഈ കുമാരന്റെ ആവിർഭാവം എന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് വേഗം തന്നെ ദേവി ആലിംഗനം ചെയ്തുകൊണ്ട് എന്നാണ്. ആ കുമാരനെ ആലിംഗനം ചെയ്തു.